ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 4ാം ക്ലാസ്സിലെ പരിസര പഠനം എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഫില്ല് ചെയ്യാം. നന്നായിട്ട് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കുക. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ കഴിയട്ടെ. നേരെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പ്രവർത്തനം 1 കൊടുത്തിട്ടുണ്ട്. കരയിലും ജലത്തിലും അല്ലെ, ജീവനും കൂട്ടുകാരും ടീച്ചറോടൊപ്പം വിദ്യാലയത്തിനടുത്തുള്ള ജലാശയം സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് ചിത്രത്തിൽ. അല്ലേ, അവിടെ ഒരു ചിത്രത്തിൽ കുറേ കാഴ്ചകളുണ്ട് അല്ലേ. കുളമുണ്ട്, തെങ്ങുണ്ട്, പിന്നെ കുറേ അനിമൽസിലെ ബേർഡ്സും, ആമയുണ്ട്, ഫ്രോഗുണ്ട്, തവള അല്ലേ, എല്ലാം ഉണ്ട്. എന്താണ് ചോദ്യം തന്നിട്ടുള്ളത്? നമുക്ക് ചുറ്റുമുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കരയിൽ വസിക്കുന്നവ, ജലത്തിൽ വസിക്കുന്നവ, കരയിലും ജലത്തിലും വസിക്കുന്നവ. നമുക്ക് നോക്കാം എന്തൊക്കെ എഴുതാം. കരയിൽ വസിക്കുന്നവയിൽ മുയൽ, മരം അല്ലേ. ജലത്തിൽ വസിക്കുന്നവയിൽ മത്സ്യം, താമര, ആമ്പൽ. കരയിലും ജലത്തിലും വസിക്കുന്നവയിലോ ആമ, തവള. ഇതൊക്കെ ആ പിക്ചറിൽ കാണുന്നതാണ് അല്ലേ. അടുത്തത്, താറാവിന് കരയിലും ജലത്തിലും സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും സഹായകമായ അനുകൂലനങ്ങൾ എന്തെല്ലാമാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? എണ്ണമയമുള്ള തൂവലുകളാണ് അല്ലേ. പിന്നെന്താ? വെള്ളത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്ന കൊക്കുകൾ അല്ലേ, ചുണ്ടുകൾ. ചർമ്മബന്ധിതമായ വിരലുകൾ. ഇത് എന്താണ്? ജലത്തിലും അതുപോലെ കരയിലൊക്കെ ഇര തേടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് താറാവിന്. അടുത്തത്, വേരും സിരയും. ചിത്രത്തിലെ വേരുപടലത്തിൻ്റെ പേരെഴുതുക അല്ലേ. 2 തരത്തിലുള്ള വേരുപടലങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കുക, എന്നിട്ട് വേണം ആൻസർ എഴുതാൻ. ആദ്യത്തെ ചിത്രം എന്താണ്? തായ്വേരുപടലമാണ്. മറ്റേത് നാരുവേരുപടലമാണ്. അങ്ങനെ 2 തരത്തിലുള്ള വേരുകളാണ്. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത് ഇവിടെ മുളക്, മുള, പ്ലാവ്, തെങ്ങ്, മാവ്, കവുങ്ങ് എന്ന പേര് തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെ ഇലകളുടെ സിരാവിന്യാസത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക അല്ലേ. എങ്ങനെ നമുക്ക് പട്ടികപ്പെടുത്താം? സമാന്തര സിരാവിന്യാസം, ജാലിക സിരാവിന്യാസം. സമാന്തര സിരാവിന്യാസത്തിൽ ഏതൊക്കെ പെടുന്നത്? മുള, തെങ്ങ്, കവുങ്ങ്. ജാലിക സിരാവിന്യാസത്തിലോ മുളക്, പ്ലാവ്, മാവ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ്. എത്ര മനോഹരമായ ആവാസ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. ഇത് നശിച്ചു പോയാലോ? അപ്പോൾ ആ ഒരു ആവാസ വ്യവസ്ഥയെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന സന്ദേശം മറ്റുള്ളവരെ എത്തിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളൊരു പോസ്റ്റർ കാണുമ്പോൾ ആ പോസ്റ്റർ നമ്മളെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ മനോഹരമാകും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നല്ല കളറൊക്കെ കൊടുത്ത് നല്ല ചിത്രമൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്നിട്ട് മനോഹരമായിട്ടിട്ട് ഒരു കോഡ്സ് കൊടുക്കാം. ഇവിടെ ആവാസ വ്യവസ്ഥയെ എന്തൊക്കെ നമുക്ക് എഴുതാം? നമ്മുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കൂ, നമ്മുടെ ജീവൻ നിലനിർത്തൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കോഡ്സും നമുക്കതിന് കൊടുക്കാം. എന്നിട്ട് അത് കളറും പെയിൻ്റൊക്കെ ചെയ്ത് നല്ല ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെ ഒക്കെ പിക്ചറൊക്കെ വരച്ചിട്ട് അത്രയും ആകർഷകമായിരിക്കണം പോസ്റ്റർ. ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? കാവ് എഴുതാം, പിന്നെ കുളം എഴുതാം അല്ലേ, മല, അതൊക്കെ എഴുതാം. ഇതൊക്കെ ഒരു ആവാസ വ്യവസ്ഥയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി പ്രവർത്തനം 4, വിവിധ ആവാസ വ്യവസ്ഥകൾ. നമ്മുടെ ചുറ്റുപാടും വിവിധ ആവാസ വ്യവസ്ഥകൾ ഉണ്ടല്ലോ. വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കുക. ഇവിടെ വ്യത്യസ്ത ആവാസ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ കാട് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ നമുക്ക് ചേർക്കാം? കുളം ചേർക്കാം അല്ലേ. അതുപോലെ തന്നെ കാവ്, കുളം, കാട്, മല, ഇതൊക്കെ ആവാസ വ്യവസ്ഥകൾ, നമ്മുടെ ആവാസ വ്യവസ്ഥകൾ. നിങ്ങൾക്കറിയാവുന്നതും കൂടി കൂട്ടിച്ചേർക്കുക കേട്ടോ. മനുഷ്യൻ്റെ ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെ ടിക്ക് അടയാളപ്പെടുത്തുക. അമിതമായ കീടനാശിനി പ്രയോഗം,
എന്താണ് ആവാസ വ്യവസ്ഥയെ നാശത്തിന് കാരണമാകുന്നത്? അതൊന്ന് ടിക്കാണ്. ചുറ്റുപാടും മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതല്ല, സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് ടിക്കിടണ്ട. വയലുകളും ജലാശയങ്ങളും നികത്തൽ, അത് ആവാസ വ്യവസ്ഥയെ നാശത്തിന് കാരണമാകുന്നതാണ്. അപ്പോൾ അത് ടിക്കിടാം. പുഴകൾ സംരക്ഷിക്കൽ അല്ലേ, അത് ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിനാണ്. അപ്പോൾ അത് ടിക്കിടണ്ട. അടുത്ത പ്രവർത്തനം വിത്ത് മുളയ്ക്കൽ. ക്ലാസ് റൂം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പയർ വിത്ത് മുളക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തി ജോണി വരച്ച ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചിത്രം കണ്ടില്ലേ നിങ്ങൾ? ഓരോ ഘട്ടങ്ങളും നിരീക്ഷിക്കുക. വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? ബീജമൂലം അല്ലേ, ബീജമൂലം എന്നാണ് പറയുക. ഇവിടെ ഒരു സസ്യത്തിൻ്റെ ബീജപത്രങ്ങളുടെ എണ്ണവും വേരുപടലവും ഇലകളുടെ സ്ഥിരാവിന്യാസവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യം കൊടുത്തിട്ടുണ്ട്, ഏകബീജപത്രം, ദ്വിബീജപത്രം. ഈ ഒരു പട്ടിക നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മുകളിൽ നൽകിയിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾ അപഗ്രഥിച്ച് കണ്ടെത്തിയ നിഗമനങ്ങൾ കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഏകബീജപത്ര സസ്യങ്ങളുടെ വേര് നാരുവേരു പടലം, ഇലകൾ സമാന്തര വിന്യാസം. ദ്വിബീജപത്ര സസ്യങ്ങളുടെ വേര് താഴ്വേരു പടലം, ഇലകൾ ജാലികാ വിന്യാസം. അടുത്തത് അനുകൂലനം. ചിത്രം നിരീക്ഷിച്ച് മത്സ്യത്തിന് ജലത്തിൽ ജീവിക്കാൻ എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ജലജീവികളുടെ ശാരീരിക സവിശേഷതകൾ ജലജീവിതത്തിന് എങ്ങനെ അനുയോജ്യമാണെന്ന് കണ്ടെത്തി വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതിയാണ് മീനുകൾക്ക് അല്ലേ. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളാണ്. വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരമാണ്. നിരയായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ശൽഖങ്ങളാണ്. ബാഹ്യകർണങ്ങൾ, കഴുത്ത് എന്നിവയില്ലാത്തതിനാൽ ജലത്തിൽ തടസ്സമില്ലാതെ നീങ്ങാൻ കഴിയുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ, മത്സ്യത്തിന് ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശകുലങ്ങളാണ് ആൻസർ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ. പാഠത്തിൻ്റെ കണ്ടൻറ്റൊക്കെ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. എല്ലാ ക്വസ്റ്റ്യനും നല്ല ശരിയായ ആൻസർ എഴുതാൻ കഴിയട്ടെ. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.